ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി വചനവുമായി ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ ദൈവം നൽകിയ ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണ് നമ്മുടെ ധ്യാന വിഷയം. ഒന്നാമത്തെ ചിന്ത നമ്മൾ പങ്കിട്ടു, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആര്? ഇന്ന് രണ്ടാമത്തെ ചിന്തയിലേക്കാണ് പ്രവേശിക്കുന്നത്. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ആൻഡ് വാട്ട് ആർ യു ഡൂയിങ് ഇൻ ദിസ് പ്ലേസ്? നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് നാം എല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും ഈ ഭൂമിയിൽ വന്ന നാം ധരിച്ചിരിക്കുന്നത് ദൈവ തേജസ്സാണ് എന്ന് നമ്മൾ ഓർക്കണം. ആ സൃഷ്ടാവിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ജീവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം, ഭക്തി നിർഭരമായ ജീവിതം. ഈ ഭൂമിയിൽ എന്തൊക്കെയോ ശേഖരിക്കുവാൻ, ആ ശേഖരിക്കുന്നതിനൊന്നും ഈ ഭൂമിയിൽ അസ്തിത്വമില്ല എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കണം. അതൊരു മനുഷ്യൻ്റെ ആയുസ്സായാലും സമ്പത്തായാലും നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഇത് എന്തു തന്നെയായാലും അതിനൊന്നും ഈ ഭൂമിയിൽ അസ്തിത്വമില്ല എന്നുള്ളത് കൂടെ നമ്മൾ ഓർത്താൽ 90-ാം സങ്കീർത്തനം പഠിപ്പിക്കുന്നത് പോലെ ഏത് മനുഷ്യനും ചാഞ്ഞു പോകുന്ന ഒരു നിഴലിന് തുല്യമാണ്. രാവിലെ മുളച്ച് വരുന്ന ഒരു സസ്യത്തിനും വിരിഞ്ഞു വരുന്ന ഒരു പൂവിനും അത് വൈകുന്നേരം ആ പൂവ് മണവും ഗുണവും കുറഞ്ഞ് അത് അരിഞ്ഞു വാടിപ്പോവുകയാണ്. ആ ഒരു ശുഷ്കത മാത്രമാണ് നമ്മുടെയും ജീവിതങ്ങളിലുള്ളത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നതൊന്നും നാം ഈ ഭൂമിയിൽ ചെയ്യരുത്. ദൈവം തൻ്റെ മുഖം മറയ്ക്കുന്ന രീതിയിൽ നാം ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാനായിട്ട് പാടില്ല. അവൻ പാപം ചെയ്യുന്നുണ്ടോ? അവൻ ദൈവത്തോട് അനീതി കാണിക്കുന്നുണ്ടോ? അതെല്ലാം രഹസ്യമായി സൂക്ഷിക്കപ്പെടുകയാണ്. മാതാപിതാക്കളിൽ നിന്നും ഈ സാമൂഹിക മനുഷ്യരിൽ നിന്നൊക്കെയും അതെല്ലാം രഹസ്യമായി ഒരുവൻ സൂക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ രഹസ്യ ജീവിതത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നാം മനസ്സിൽ ചിന്തിക്കുന്നതും ഹൃദയത്തിൽ ചിന്തിക്കുന്നതും പാപ ചിന്തകളെ, അഴുക്കുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സകലതും നഗ്നവും മറന്നതുമായിരിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ഒരു നിത്യത നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടി എന്തൊരുക്കമാണ് ഈ ഭൂമിയിൽ നമ്മുടെ കൊച്ചായുസ്സിൽ നമ്മൾ ചെയ്യുന്നത്? ഒരുവൻ സർവ്വലോകം നേടിയാലും അവൻ തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഒരു ധനവാനായ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എൻ്റെ സമ്പത്തെല്ലാം വാരിക്കൂട്ടി വിളവുകളെല്ലാം ശേഖരിച്ച് ഞാൻ വലിയൊരു കളപ്പുരയിൽ കൂട്ടിവെക്കും. ആ കളപ്പുര നിറഞ്ഞു കഴിയുമ്പോൾ വേറൊരു കളപ്പുര നിർമ്മിക്കും. അതിൽ വീണ്ടും എൻ്റെ വിഭവങ്ങളെല്ലാം കൊണ്ട് ശേഖരിച്ചു വയ്ക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുവാനിടയാകുന്നത്, മൂഢ, ഈ രാത്രിയിൽ ഞാൻ നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ ഒരുക്കി വച്ചതെല്ലാം ആർക്കാകും? മനുഷ്യൻ മനുഷ്യനെ തന്നെ കൊന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, മനുഷ്യൻ മൃഗത്തിനും അതീതമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നീതിമാനായി ജീവിക്കുന്നവനൊരു പ്രതിഫലമുണ്ട് എന്നുള്ള വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്നവനൊരു പ്രതിഫലമുണ്ട്. അനുതാപ പ്രാർത്ഥനയിൽ ഓരോ വിശുദ്ധ ഞായറാഴ്ചയും നമ്മൾ പറയുന്നുണ്ടല്ലോ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എങ്കിലും ഞങ്ങളിൽ സൗഖ്യമില്ല, സമാധാനമില്ല. എങ്കിലും കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നാം അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നാം ഈ ഭൂമിയിൽ ചെയ്യേണ്ടവയെ നാം ചെയ്യുന്നുമില്ല, ചെയ്യരുതാത്തവയെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സൗഖ്യമില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ഭക്തൻ പാടുകയാണ്, ഒരു ജന്മം, ഒരേ ഒരു ജന്മം ഈ ഭൂമിയിൽ ജീവിച്ചാൽ നമ്മുടെ ജീവിതം സൗഭാഗ്യ സുന്ദരമാകുമെന്നുള്ളതാണ് പാട്ടിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വചനം പറയുന്നു, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്ക പ്രതിഫലം അവൻ പ്രാപിക്കുക തന്നെ ചെയ്യും. ആദാമേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നിന്നെ ഈ ഭൂമിയിലാക്കിയത് തോട്ടം കാപ്പാനും വേല ചെയ്യുവാനുമാണ്, അധ്വാനിക്കുവാനുമാണ്, ദൈവത്തെ സേവിക്കുവാനുമാണ്. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന അതിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ എന്താ അവിടെ സംഭവിക്കുന്നത്? ശത്രുവിൻ്റെ ഇംഗിതങ്ങളിൽ വഴങ്ങി അരുതാത്തതിനെ ഇഷ്ടപ്പെടുമ്പോൾ, അരുതാത്തത് പ്രവർത്തിക്കുമ്പോൾ ആദിമാതാപിതാക്കൾക്ക് എന്താ സംഭവിക്കുന്നത്? തോട്ടത്തിൽ നിന്ന് അവർ പുറത്താവുകയാണ്. എന്നേക്കുമായി തേജസ്സുറ്റ ശരീരം നഷ്ടപ്പെടുകയാണ്.
അവർക്കൊരു ഓണർ ഉണ്ടായിരുന്നു, ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. പലപ്പോഴും ഇതല്ലേ നമ്മുടെ സമൂഹത്ത് സംഭവിക്കുന്നത്. നമുക്കൊരു തേജസ്സും ബഹുമാനവും നമുക്കൊരു ഐഡന്റിറ്റിയും ഉണ്ട്. നാം എപ്പോഴാണോ അരുതാത്തതിലൂടെ യാത്ര ചെയ്യുന്നത്, അവിടെയാണ് നമ്മുടെ ഐഡന്റിറ്റിയും പേഴ്സണാലിറ്റിയും ക്രിസ്തീയ വ്യക്തിത്വവും ദൈവിക മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെടുന്നത്. നമ്മൾ ഒന്നുമില്ലാത്തവരെ പോലെ ആ തോട്ടത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു ജീവിതാനുഭവം. ദൈവത്തിൻ്റെ നിജപുത്രന്മാരായി ഭൂമിയിൽ വന്നവരായ നാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് നാം ചെയ്യേണ്ടത് ഈ ഭൂമിയിൽ. 2, യൂദാസേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? യൂദാസിൻ്റെ പതിപ്പുകളാണ് ഇന്നത്തെ ലോകത്തിലുള്ള പലരും. ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കേണ്ടവൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം തിരിച്ചറിയേണ്ടവൻ, ക്രിസ്തീയ മൂല്യങ്ങളിൽ നിലനിൽക്കേണ്ടവൻ, ഈ ലോകത്തിന് ഇൻപകരമായി ജീവിക്കേണ്ടവൻ, ശിഷ്യൻ എന്ന നിലയിൽ ആനന്ദം കൊടുക്കേണ്ടവൻ, ദൈവത്തെ ഉയർത്തേണ്ടവൻ, വഹിക്കേണ്ടവൻ, ചുമക്കേണ്ടവൻ, ഇതാ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ധനത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചുകൊണ്ട് തൻ്റെ ഗുരുവിനെ വരെ അവൻ ഈ ഭൂമിയിൽ ഒറ്റിക്കൊടുത്ത് പണം സമ്പാദിക്കുകയാണ്. ഇതും ഈ ഭൂമിയിൽ നടക്കുന്നില്ലേ? പലരെയും ഒറ്റിക്കൊടുത്ത് പണം കണ്ടെത്തുന്ന ഒരുപാട് മാർഗങ്ങൾ മനുഷ്യൻ അന്വേഷിക്കുകയാണ്. അതാരെയും ഒറ്റിക്കൊടുക്കും. സ്നേഹിച്ചവനെ ഒറ്റിക്കൊടുക്കും, പിതാവിനെ ഒറ്റിക്കൊടുക്കും, സ്വന്തം ഭാര്യയെ ഒറ്റിക്കൊടുക്കും. പണത്തിനു വേണ്ടി സ്വന്തം ഭാര്യമാരെ വിൽക്കുന്ന ഭർത്താക്കന്മാർ, പണത്തിനു വേണ്ടി സ്വന്തം ഭർത്താക്കന്മാരെ കൊല്ലുന്ന ഭാര്യമാർ, പണത്തിനു വേണ്ടി മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു, പിതാവ് മക്കളെ കൊല്ലുന്നു. ഇങ്ങനെ വലിയ നികൃഷ്ടമായ ഒരു ജീവിത ശൈലികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യൂദാസിനെ പോലെയുള്ള ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല ഞാനും നിങ്ങളും. ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുവാൻ, ക്രിസ്തീയ മൂല്യങ്ങൾ തിരിച്ചറിയുന്നവരായി മാറാൻ, ന്യായപ്രമാണം കാക്കുന്നവരായി മാറാൻ, കൽപ്പനകളെ അറിയുകയല്ല കൽപ്പനകളെ അനുസരിക്കുന്നവരായി മാറാൻ, ചെയ്യുന്നവരായി മാറാനാണ് ദൈവം നമ്മെ ഭൂമിയിൽ വിളിച്ചിരിക്കുന്നത്. യൂദാസിനെ പോലെയുള്ള ഒരു മനസ്സും മനദൃഷ്ടിയോടുകൂടെ നമ്മൾ ഈ ഭൂമിയിൽ സഞ്ചരിച്ചാൽ എവിടെയെങ്കിലും ആ സമ്പത്ത് നമ്മെ കൊല്ലും. നാം ആരെ ഒറ്റിക്കൊടുത്ത് ജീവിതത്തിൽ സമ്പത്ത് ശേഖരിച്ചിരിക്കുന്നുവോ ആ സമ്പത്ത് തന്നെ നമ്മെ കൊല്ലുവാനിടയാകും. യൂദാസിന് അതല്ലേ സംഭവിക്കുന്നത്? നമ്മൾ ഒരു യൂദാസിൻ്റെ ജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല എന്നുള്ളത് ഓർക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവം തരുന്ന നന്മകളെ സ്വീകരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിക്കപ്പെട്ടിരിക്കുന്നു. കയ്യീനെ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. സ്വന്തം സഹോദരനെ പകച്ച് ദേഷിച്ച് കൊല്ലുവാൻ ഒരുങ്ങിയിരിക്കുന്ന കയ്യീൻ, അവൻ അർഹിക്കുന്നത് ദൈവത്തിന് കൊടുക്കാതെ സഹോദരൻ അർഹിക്കുന്നത് കൊടുത്തപ്പോൾ അവനിലെതിരെ കോപവും രോഷവും ഇരച്ചു കയറുകയാണ്. എന്തുകൊണ്ട് നമുക്ക് അർഹിക്കുന്നു ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്നില്ല? നമ്മുടെ മനസ്സിൻ്റെ കാഠിന്യവും ഹൃദയത്തിൻ്റെ കാഠിന്യവുമാണ്. ഹാബേൽ നിഷ്കളങ്കനായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നത് അവൻ മനസ്സൊരുക്കത്തോടെ അർപ്പിക്കുകയാണ്. ആ മനസ്സൊരുക്കത്തിൽ നാം എന്തിനു കോപിക്കണം? സഹോദരന്മാരായി നമ്മൾ എന്ത് കോപിക്കണം? അവൻ ഹൃദയൊരുക്കത്തോടെ നിഷ്കളങ്കതയോട് ദൈവത്തിന് അർപ്പിക്കുമ്പോൾ, അവൻ നീതിമാനായി ജീവിക്കുമ്പോൾ അവനിൽ അസൂയപ്പെടുകയില്ല. നമുക്കും അത് കണ്ടു വളരാനായിട്ട് കഴിയണം. ഒരു സ്വന്തം സഹോദരനെ കണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ, സഹോദരനെ കണ്ടു പഠിക്കുക. ഇവിടെ കയ്യീൻ ഹാബേലിനെ കണ്ടു പഠിക്കേണ്ടവനായിരുന്നു. പക്ഷേ അവൻ കണ്ടുപഠിക്കാതെ, അവനത് ചെയ്യാതെ ഈ ഹാബേലിനെ കൊല്ലുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്നും ലോകത്ത് അങ്ങനെയാണ്. സഹോദരങ്ങളെ തിരിച്ചറിയുന്നില്ല, മാതാപിതാക്കളെ തിരിച്ചറിയാത്ത ഒരു കാലഘട്ടമാണ്. എങ്ങനെയെങ്കിലും ഒരാളെ നഷ്ടപ്പെടുത്തി ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം. അങ്ങനെ നമുക്ക് ഒരിക്കലും വളരാൻ കഴിയില്ല. നമ്മൾ ഒരിക്കലും ഭൂമിയിൽ നമ്മൾ ഒന്നും തന്നെ ആവത്തില്ല എന്നുള്ളത് തിരുവചനം നമുക്ക് നൽകുന്ന സന്ദേശമാണ്. കോരകപുത്രന്മാരെ, നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നു? മത്സരിക്കുകയാണ്. ഇന്ന് ദൈവത്തോട് മത്സരമാണ് മനുഷ്യന്. അധികാരത്തിനു വേണ്ടി പലപ്പോഴും മത്സരബുദ്ധിയോടുകൂടെ മനുഷ്യൻ പ്രവർത്തിക്കുകയാണ്. ദൈവം തന്നിരിക്കുന്ന അധികാരങ്ങളെ ദൈവാനുഭവത്തോട് വിനിയോഗിക്കുവാൻ കഴിഞ്ഞാൽ മത്സരബുദ്ധി എന്തിനാണ്? ദൈവമാണ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ദൈവം അർഹിക്കും നമ്മുടെ കൈകൾ തന്നിട്ടുണ്ട്. ഇന്ന് മനുഷ്യൻ എന്നേക്കാൾ വേറൊരു വളരാൻ പാടില്ല എന്ന് പറഞ്ഞ് മത്സരബുദ്ധിയോടെ പ്രവർത്തിക്കുകയാണ്. എന്നേക്കാൾ മറ്റുള്ളവൻ വളരാൻ പാടില്ല, ഞാനാണ് വളരേണ്ടവൻ. ഇതൊരു സ്വാർത്ഥ ചിന്ത നമ്മിൽ നിന്ന് മാറ്റണം. ദൈവത്തെക്കാൾ അല്പം കൂടെ താഴ്ത്തി മനുഷ്യനെ നിർമ്മിച്ചിരിക്കുമ്പോൾ നമ്മൾ താഴേണ്ടവരാണ്. ദൈവത്തേക്കാൾ വളരാൻ ശ്രമിച്ചപ്പോഴാണ് ആദിമാതാപിതാക്കൾ തോട്ടത്തിൽ നിന്ന് പുറത്താകുന്നത്. നമ്മൾ ആരും ദൈവത്തേക്കാൾ വളരേണ്ടവരല്ല. ലോകം വളർന്നോട്ടെ, ലോകം നമ്മേക്കാൾ വളർന്ന് ജ്വലിച്ചോട്ടെ, നമുക്ക് ക്രിസ്തുവിനോളം വളർന്നാൽ മതി. നമുക്ക് ഈ ലോകത്തോടൊരു മത്സരബുദ്ധി നമുക്ക് ആവശ്യമില്ല. നമുക്ക് സാത്താനോടൊരു മത്സരബുദ്ധി വേണ്ട. ദൈവത്തെ എങ്ങനെ സ്വീകരിക്കാം? ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് വിനയപ്പെട്ട് ജീവിക്കാം. എങ്ങനെ താണിരുന്ന് മറ്റുള്ളവരെ മത്സരിച്ച് ജീവിക്കുകയല്ല,
താണിരുന്ന് എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും? കോരഹ പുത്രന്മാർ അങ്ങനെ ചെയ്തപ്പോൾ ജീവനോടുകൂടെ ഭൂമി വായി പിളർന്നവർ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. ജീവനോടുകൂടെ നശിക്കപ്പെട്ടവരാണ് കോരഹ പുത്രന്മാരുടെ കുടുംബം. ആ കോരഹ പുത്രന്മാർ പലപ്പോഴും ഈ അനർത്ഥത്തെ ഉരുവിട്ടുകൊണ്ട് പല കീർത്തനങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിത്തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാളതൻ്റെ യജമാനനെ അറിയുന്നു, കഴുത തൻ്റെ ഉടയവനെ അറിയുന്നു, എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ഇതൊരു ദൈവത്തെക്കാൾ മത്സരബുദ്ധിയോട് മനുഷ്യൻ പ്രവർത്തിക്കുന്നു. എന്തേ നന്മകൾ തന്നതുകൊണ്ടാണോ മത്സരിക്കുന്നത്? അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞതുകൊണ്ടാണോ മത്സരിക്കുന്നത്? അന്ധകാരത്തിലിരുന്ന നമ്മെ ദൈവം ജനമാക്കി തീർത്തത് കൊണ്ടാണോ? നാം എല്ലാം കുറഞ്ഞവരായിരുന്നു, ജാതികളിൽ കുറഞ്ഞവരായിരുന്നു, നമ്മെ അർഹതയില്ലാത്ത പദവി നിർത്തിയത് കൊണ്ടാണോ മത്സരിക്കുന്നത്? സ്ഥാനമാനങ്ങൾ തന്നതുകൊണ്ടാണോ മത്സരിക്കുന്നത്? സമ്പത്ത് തന്നതുകൊണ്ടാണോ? ദൈവം നമ്മെ ഉയർത്തിയത് കൊണ്ടാണോ നമ്മൾ മത്സരിക്കുന്നത്? പാടില്ല. നമ്മൾ ദൈവസന്നിധിയിൽ എത്ര ദൈവം നമ്മെ ഉയർത്തിയാലും നമ്മൾ താണിരിക്കുവാനായിട്ട് ശ്രമിക്കുക. ഹൊഫ്നി, ഫിനേഹാസ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പൻ പുരോഹിതനായിരിക്കുമ്പോൾ മക്കൾ ഈ ലോകത്തിൻ്റെ ഇൻപങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്, അനീതിയിലേക്ക് അഴുക്കിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇന്നും എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാതാപിതാക്കൾ ദൈവവേല ചെയ്യുമ്പോൾ മക്കൾ വഴിതെറ്റി നടക്കുകയാണ്. മാതാപിതാക്കൾ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുമ്പോൾ, ഇഷ്ടം ചെയ്യുമ്പോൾ മക്കൾ മക്കളുടേതായ ജീവിതശൈലികൾ. പ്രിയമുള്ളവരെ, ഇവിടെ ഹൊഫ്നിയും ഫിനേഹാസിലൂടെ ഏലി പുരോഹിതൻ വിഷമിക്കുകയാണ്. ഒടുവിൽ ഏലി പുരോഹിതൻ മരിക്കുന്നു, ഹൊഫ്നിയും ഫിനേഹാസും മരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണം. നാം എന്തു ചെയ്യുന്നോ അതിനൊരു പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക, അത് മനസ്സിലാക്കുക, ഹൃദയത്തിൽ ഉണരുക. അല്പമൊക്കെ നമ്മെ നീട്ടി ദൈവം വിടുന്നുണ്ട്, നമ്മെ അല്പം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷെ ഇതിനെല്ലാം ഒരു സമയം ദൈവം കണക്ക് തീർത്ത് നമ്മെ തിരിച്ചു പിടിക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് നമുക്ക് എഴുന്നേൽക്കുവാൻ പോലും കഴിയാത്ത ഒരു ജീവിതാനുഭവം ഉണ്ടാകും എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. ശിംശോനെ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ദൈവത്തിനെതിരായി പാപം ചെയ്ത് സ്വയം നശിക്കുകയാണോ? ഒരു ശക്തിയുള്ളവനായിരുന്നു, ദൈവകൃപയുള്ളവൻ, ഒരു നിസ്സാര സൗന്ദര്യത്തിൻ്റെ പിറകാലെ, നശിച്ചു പോകുന്ന സൗന്ദര്യത്തിൻ്റെ പിറകാലെ സഞ്ചരിച്ചപ്പോൾ അവനുള്ള ശക്തിയും അവനിലുള്ള ദൈവകൃപയും നഷ്ടപ്പെട്ട് അവനിതാ ദാഗോന്റെ ക്ഷേത്രത്തിൽ എന്നേക്കുമായി നശിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ദൈവം നമ്മിലെല്ലാം അല്പാൽപ്പം കൃപകൾ പകർന്നിട്ടുണ്ട്, അല്പാൽപ്പം അനുഗ്രഹങ്ങൾ പകർന്നിട്ടുണ്ട്, ദൈവശക്തി പകർന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഭക്തൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ദൈവം തള്ളിയാൽ, ഉപേക്ഷിച്ചാൽ നമ്മളെല്ലാം നശിച്ചതിന് തുല്യമാണ്. നമ്മൾ നശിക്കാനുള്ളവരല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനുള്ളവരാണ്. നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ശിംശോൻ എന്നേക്കുമായി ഭൂമിയിൽ നിന്നും ദൈവകൃപ ഇല്ലാത്തവനായി അവൻ ഈ ഭൂതലത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചപ്പോൾ, ഭൂതലത്തിൻ്റെ ഇഷ്ടം നിർവഹിച്ചപ്പോൾ എന്നേക്കുമായി കണ്ണു ചൂഴ്ന്നെടുക്കപ്പെട്ടവനായി ജീവിതത്തിൽ അവൻ വേര് ഇല്ലാത്തവനായി നശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ആത്മീയമായി വേര് ദൈവം തന്നിട്ടുണ്ട്. ഫലപ്രദമായി ഈ മണ്ണിൽ ഊന്നി ജീവിക്കുവാൻ, ദൈവകൃപയ്ക്ക് അനുസരിച്ച് ജീവിക്കുവാനുള്ളൊരു വേര്, ആത്മീയ വേര്, പരിശുദ്ധാത്മാവിൻ്റെ വേര്, കൃപയുടെ വേര് ദൈവം നമ്മളിൽ പകർന്നിട്ടുണ്ട്. ആ വേരിനെ അടിസ്ഥാനം വിട്ട് ഇളക്കിക്കളയാതെ അതിനെ കൂടുതൽ കൂടുതൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ഇസ്രായേൽ ജനമേ, നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നു? ദൈവത്തെ മറന്ന് ദൈവപ്രവൃത്തിയെ ഉപേക്ഷിക്കുകയാണോ? ദൈവത്തിൽ നന്മ അനുഭവിച്ച് വീണ്ടും ദൈവത്തെ തിരസ്കരിക്കുകയാണോ? നമ്മളിവിടെ ഓർക്കുക, ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും തക്ക പ്രതിഫലം പ്രാപിക്കും. ഭക്തൻ പാടുന്ന ഇങ്ങനെയാണ്: എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ, ഞാൻ ഇന്നു മോദമായി, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സങ്കീർത്തനം 15 പറയുന്നു: യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യണം. ഇതൊരു പ്രവൃത്തിയാണ്. നിഷ്കളങ്കനായി നടക്കണം, നീതി പ്രവർത്തിക്കണം. ഇതൊരു വലിയ പ്രവൃത്തിയാണ്, വർക്കാണ്. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം. നാവ് കൊണ്ട് തെറ്റുകൾ ഉരുവിടുവാൻ പാടില്ല. സങ്കീർത്തനം 24:3-6 പറയുന്നു: യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഒന്നവിടെ പറയുന്നുണ്ട്: വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയം, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവൻ, കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത്. നാം ആരാണ്? നാം എങ്ങനെ ജീവിക്കണം? എന്ത് പ്രവൃത്തി ചെയ്യണം? ഒന്ന് വെടിപ്പുള്ള കൈ സൂക്ഷിക്കണം. നമ്മുടെ കൈകൾ കൊണ്ട് വെടിപ്പുള്ള കാര്യം ചെയ്യണം. ഒരു നിർമ്മല ഹൃദയം സൂക്ഷിക്കണം. ആ നിർമ്മലമായ ഹൃദയം കൊണ്ട് നിർമ്മല കാര്യങ്ങൾ ചെയ്യുക. വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും, ഈ ഫോഷ്കിന് നമ്മൾ മനസ്സ് വെക്കരുത്. സത്യം ആണ് എന്നുള്ളത് നമുക്കറിയാം, അതിനുവേണ്ടി സത്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. കള്ളസത്യം ചെയ്യരുത്. അത് നമുക്ക് ഭൂഷണമല്ല.
നമ്മൾ സത്യം ചെയ്ത് സത്യം സംസാരിച്ച്, അതൊരു പ്രവൃത്തിയാണ്, സത്യം സംസാരിച്ച് മുന്നോട്ട് പോവുക. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങയില്ല. ഇങ്ങനെ ചെയ്യുന്നവനെന്നും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ മക്കളായ തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തെക്കുറിച്ച് കൂടി നമ്മൾ വിലയിരുത്തുമ്പോൾ, കൊർന്നല്യോസേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? എന്താണ് ചെയ്യുന്നത്? അവൻ ദൈവഭയമുള്ളവനായി ദൈവപ്രവൃത്തി ചെയ്യുകയാണ്. അവൻ പ്രാർത്ഥിക്കുകയാണ്. അവനെക്കാളും ബലഹീനപ്പെട്ടവരെ കണ്ടെത്തി അവൻ സഹായിക്കുകയാണ്, ദാനധർമ്മങ്ങൾ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ജീവിത പ്രവൃത്തി. ഒന്ന്, ദൈവത്തെ ഭയപ്പെട്ട് സേവിക്കണം, അതൊരു പ്രവൃത്തി, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. രണ്ട്, പ്രാർത്ഥിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭക്തിക്കും നിർമ്മലതയ്ക്കും അടിസ്ഥാനമാണ്. മൂന്ന്, നമ്മെക്കാളും ബലഹീനർ ഈ ലോകത്തുണ്ട്, അവരെ താങ്ങുവാനായിട്ടുള്ള ഒരു മനസ്സും ഹൃദയമൊരുക്കവും നമുക്ക് വേണം. നോഹേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നോഹയോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നോഹ പറയും, ഞാൻ നിഷ്കളങ്കനായി നടക്കാൻ ആഗ്രഹിക്കുന്നു, നീതി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ദൈവഭക്തനാകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ വിട്ടുകളഞ്ഞുള്ള ഒരു കാര്യങ്ങളും പ്രവർത്തിക്കാനോ ഇടപെടുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണല്ലോ ദൈവം നോഹയെ കരുതിയത്. എല്ലാ അകൃത്യങ്ങൾ നിറഞ്ഞ ജനം ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ ആ ചെളിക്കുമ്പാരങ്ങളിൽ ഉള്ളിൽപ്പെടുമ്പോൾ നോഹയുടെ കുടുംബത്തെ ദൈവം എത്ര ശ്രേഷ്ഠമായി കരുതുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവർ ദൈവഭക്തനെ ദൈവം കരുതുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ദൈവം അവർക്കൊരു കരുതൽ ഒരുക്കിയിട്ടുണ്ട്, അവർക്കൊരു കൂടാരം ഒരുക്കിയിട്ടുണ്ട്, അവർക്കൊരു നനയാത്ത, ചോർന്നൊലിക്കാത്ത, അവരെ ഒലിച്ചു കൊണ്ടുപോകാത്ത, വലിച്ചു കൊണ്ടുപോകാത്ത, അവരെ നഷ്ടപ്പെടുത്താത്ത ഒരു കൂടാരം നമുക്ക് വേണ്ടി കർത്താവ്, കരുതലിൻ്റെ കൂടാരം സർവശക്തനായ ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട്. ആ കൂടാരത്തിലാണ് ഈ കുടുംബത്തെയും ദൈവം കരുതിയത്. ഇയ്യോബേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? കഷ്ടങ്ങളിലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ പൊടിയിൽ കിടന്നാലും ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. അതാണ് എല്ലാം തകർന്നിട്ടും പലരും വന്ന് കുറ്റാരോപണങ്ങൾ പറയുമ്പോഴും അവൻ അവിടെ തകർന്നു പോകുന്നില്ല. ദൈവം അവനെ ഉയർത്തുകയാണ്, ശക്തീകരിക്കുകയാണ്. 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ നഷ്ടപ്പെട്ട ഇരട്ടിയായ നന്മകൾ ദൈവം ഇയ്യോബിന് കൊടുക്കുകയാണ്. എന്താ ഇത്? ഭക്തിയുടെ പ്രവൃത്തിയാണ്. ഭക്തിയിൽ നിലനിന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയുടെ ഉയർച്ചയാണ് ഇയ്യോബ് ഇവിടെ അനുഭവിക്കുന്നത്. ലാസറേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ ഈ ലോക ജീവിതത്തിൽ എൻ്റെ ശരീരം ഇല്ലാതായാലും അനശ്വരമായ നിത്യതയെ ഞാൻ എൻ്റെ ഹൃദയത്തിനുള്ളിൽ തീ പോലെ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദേഹം മൺമയമാണ്, അതിൽ പുഴുക്കളും കൃമികളും എല്ലാം നിറഞ്ഞാലും എൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ ആത്മാവിനെ ഞാൻ കരുതുകയാണ്. ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിനെ ഞാൻ ശേഖരിച്ചു വയ്ക്കുകയാണ്. അതാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, ഈ ലോകത്തിന് വിട്ടുകൊടുക്കില്ല. അതാണ് ഈ ലാസറിൻ്റെ ജീവിതം. യോസേഫേ, നീ ഈ ഭൂമിയിൽ എന്ത് ചെയ്യുന്നു? ഞാൻ എങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കാമെന്നുള്ള വഴികൾ അന്വേഷിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുകയാണ്. എലീശേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? കർത്താവിനൊപ്പം നിൽക്കുവാൻ ആത്മാവിൻ്റെ ശക്തി എനിക്ക് ആവശ്യമാണ്, പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട്, ഇരട്ടി പ്രാപിക്കുവാനായിട്ട് ഞാൻ അതിനുവേണ്ടി ജാഗ്രതയോടെ, തീഷ്ണതയോടെ കഠിനാധ്വാനം ചെയ്യുകയാണ്. അതിനുവേണ്ടി ഒരു ആത്മീയ അധ്വാനം ഞാൻ ചെയ്യുകയാണ്. പൗലോസേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് പൗലോസിനോട് ചോദിച്ചാൽ, ഒരിക്കൽ ഞാൻ ഈ കർത്താവിന് വേണ്ടി ദോഷം പ്രവർത്തിച്ചവനാണ്. ഇന്ന് ഞാൻ ആ കർത്താവിന് വേണ്ടി വഴിയിൽ കിടന്ന് നശിച്ചു പോകാനും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പട്ടിണി കിടക്കാനും ദാരിദ്ര്യത്തിൽ കിടക്കാനും ഒന്നുമില്ലാത്തവനായിരിക്കാനും ശൂന്യനായിരിക്കാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഒരേ സമയം എത്രയോ ശോധനകളിലൂടെ പൗലോസ് കടന്നു പോകുമ്പോഴും ദൈവം അവൻ നടത്തുന്നു. എങ്ങനെ നടത്തുന്നു? നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി മതിയെന്ന് ഉറപ്പ് കൊടുത്ത് പൗലോസിനെ ദൈവം നടത്തുന്നുവെങ്കിൽ അവിടുത്തെ മക്കളായ നമ്മെ നടത്തുവാൻ ദൈവം ശക്തനാണ്. പ്രിയമുള്ളവരെ, ധനവാൻ ഈ ലോക ജീവിതം സാഡംബരമാക്കുമ്പോൾ ലാസർ തൻ്റെ ആത്മാവിനെ, നിത്യമായ ജീവനെ കരുതുകയാണ്. സങ്കീർത്തനം 37:16 പറയുന്നു, അനേക ദുഷ്ടന്മാർക്കുള്ള നന്മയേക്കാൾ നീതിമാനുള്ള അല്പം നല്ലത്, നീതിമാനുള്ള അല്പം നല്ലത്. ദൈവത്തിന് ദാനമായി തന്ന കണ്ണുകൊണ്ട് നീ എന്ത് കാണുന്നു? കണ്ണ് ദൈവത്തിൻ്റെ ദാനമെന്ന് ഓർക്കുക. ദൈവത്തിൻ്റെ ദാനമായ കാതുകൊണ്ട് നീ എന്ത് കേൾക്കുന്നു? നീ അശുദ്ധമായത് കേൾക്കുകയാണോ? കാത് ദൈവത്തിൻ്റെ ദാനമെന്ന് ഓർക്കുക. ദൈവത്തിൻ്റെ ദാനമായ കൈകൊണ്ട് നീ എന്ത് പ്രവർത്തിക്കുന്നു? അശുദ്ധമായത് പ്രവർത്തിക്കുന്നുവോ? മറ്റുള്ളവർക്ക് ദോഷമായി പ്രവർത്തിക്കുന്നുവോ? ഈ കൈകൾ ദൈവത്തിൻ്റെ ദാനമെന്ന് ഓർക്കുക. ദൈവം ദാനമായി തന്ന നാവ് കൊണ്ട് നീ മറ്റുള്ളവരെ ചതിക്കുകയാണ്, ഏഷണി പറയുകയാണ്, ഭോഷ്ക് പറയുകയാണോ? ഈ നാവ് ദൈവത്തിൻ്റെ ദാനമെന്ന് ഓർക്കുക. ഇതുപോലും പ്രവർത്തിക്കുവാൻ കഴിയാത്തവർ ലോകത്തുണ്ട് എന്നുള്ളതും കൂടെ, ആ യാഥാർത്ഥ്യം കൂടെ ഉണരുന്നത് ഏറെ നന്നാണ്. ദൈവം ദാനമായി തന്ന കാൽ കൊണ്ട് നീ എവിടെ യാത്ര ചെയ്യുന്നു? നീ അഴുക്കിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ശ്രമിക്കുക. എത്രയോ പേർ കാലില്ലാത്തവർ ലോകത്തുണ്ട്. ദൈവം ഈ കാലുകൾ, നല്ല കാലുകൾ, നേരെ പാതയിൽ നടക്കേണ്ട നല്ല കാലുകൾ ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം ദാനമായി തന്ന ഈ ബുദ്ധി കൊണ്ട് നീ അരുതാത്തത് വീണു പോകുന്നുവോ? നീ അജ്ഞാനിയായി മാറിപ്പോകുന്നുവോ? ഈ ദൈവിക ജ്ഞാനം,
ദൈവത്തിൻ്റെ ദാനമെന്ന് ഓർക്കുക. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം, ആ ജ്ഞാനം ദൈവത്തിൻ്റെ ദാനമെന്ന് ഓർക്കുക. ഈ ഭൂമി നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്നതൊന്നും ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യരുത്. ദൈവത്തെ മലിനപ്പെടുത്തുന്ന, ദോഷപ്പെടുത്തുന്ന, കരയിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന യാതൊന്നും ഈ ഭൂമിയിൽ ചെയ്യരുത്. എങ്കിൽ നമ്മൾ ഒടുവിൽ ദുഃഖിക്കേണ്ടി വരും, നമ്മൾ ലജ്ജിക്കേണ്ടി വരും. നമ്മൾ ന്യായാസനത്തിന് മുൻപിൽ നമ്മൾ ശോചനീയമായ ഹൃദയം തകർന്നും ജീവിതം തകർന്നും എന്നേക്കുമുള്ള ഒരു അഗ്നിക്കുമ്പാരം മാത്രം നമ്മുടെ നിത്യസന്ദർശനമായി മാറും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുതേ. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഇഷ്ടങ്ങൾ ചെയ്ത് ഒരു ദൈവഭക്തനായിട്ട്, നീതിമാനായിട്ട്, റൈറ്റ് യൂസ് ഇൻ നോളജ്, റൈറ്റ് യൂസ്, നമ്മൾ നേരായി ജീവിക്കുക. അതാണ് ജ്ഞാനം. 10 കൽപ്പനകൾ അറിഞ്ഞതുകൊണ്ട് അത് അറിവാണ്. ഈ 10 കൽപ്പനകൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജ്ഞാനമായി മാറുന്നത്. ആ ജ്ഞാനത്തോടെ നല്ല പ്രവൃത്തികൾ ചെയ്ത്, നല്ല ഇഷ്ടം ചെയ്ത് കർത്താവിൻ്റെ പൈതലായി നമുക്ക് ബലപ്പെടാം, ശക്തിപ്പെടാം. പരിശുദ്ധാത്മാവിന് സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. ഞങ്ങൾ അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൈവിട്ട് കളയല്ലേ, തള്ളിക്കളയല്ലേ, ഉപേക്ഷിച്ച് കളയല്ലേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സൗഖ്യവും ആയുസ്സും ആരോഗ്യവും ദൈവകൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായി ഉണ്ടാകുവാൻ ഞങ്ങളെ ഈ ഭൂമിയിൽ കർത്താവാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ വന്നതല്ല കർത്താവ്, ഞങ്ങൾ നഗ്നനായി ഈ ലോകത്തിൽ വന്നു, ഒന്നും കൊണ്ടുവന്നില്ല. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞങ്ങളെ ഈ ഭൂമിയിലാക്കിയത്, നമ്മുടെ ഇഷ്ടം നിർവഹിക്കാനല്ല. ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുമ്പോൾ ഭൗതിക നന്മകൾ ഞങ്ങളുടെ പുറകാലെ സഞ്ചരിക്കുവാൻ തുടങ്ങും. അർഹിക്കാത്ത നന്മകൾ, എണ്ണമറ്റ നന്മകൾ നമ്മുടെ പുറകാലെ വരും. ദൈവം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ നന്മകൾ പുറകിലുണ്ട്, അനുഗ്രഹങ്ങൾ പുറകിലുണ്ട്. ദൈവത്തെ മുന്നിൽ നിർത്തി യാത്ര ചെയ്ത് കർത്താവിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള കൃപ അവിടെ നൽകണമേ. അങ്ങയെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള കൃപ അവിടെ ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ചെയ്ത് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ദാനം ചെയ്യണം അപ്പാ. അങ്ങയുടെ പ്രിയമക്കളായി ജീവിച്ച് ഞങ്ങൾ അന്ത്യവരെയും സാക്ഷികളായി ജീവിച്ച് അങ്ങയുടെ നിത്യത പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കും. യേശു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം. ദയവുള്ള നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.